400 കോടി രൂപ മുതൽ മുടക്കിൽ റെബൽ സ്റ്റാർ എന്ന വിശേഷണമുള്ള പ്രഭാസിനെ നായകനാക്കി ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നാകെ ഏറ്റെടുത്ത KGF ഫ്രാഞ്ചൈസിയുടെ സംവിധായകൻ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സലാർ തിയേറ്ററുകളെ കീഴടക്കാനായി എത്തിയിരിക്കുകയാണ്. ചിത്രത്തിൽ തുല്യ പ്രാധാന്യമുള്ള വേഷത്തിൽ പൃഥ്വിരാജും എത്തുന്നു എന്നത് മലയാളി ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്നുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിൽ പൃഥ്വിരാജിന് ലഭിച്ച വരവേൽപ്പ് ഗംഭീരമാണെന്നാണ് അഭിപ്രായങ്ങൾ. കൂടാതെ പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ പ്രഭാസിനെ പോലൊരു ബാഹുബലി താരത്തെ ഏതു തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന ആകാംക്ഷ ചിത്രം കാണാൻ തയ്യാറെടുക്കുന്ന പ്രേക്ഷകന് ഉള്ളിൽ നിറയുന്നു. പ്രശാന്ത് നീലിന്റെ മുൻ ചിത്രങ്ങളുടെ ചുവട് പിടിച്ച് പാൻ ഇന്ത്യൻ സിനിമ എന്ന ലേബൽ സലാറിന് ലഭിച്ചിരുന്നു. 2 ഭാഗങ്ങളായിട്ടെത്തുന്ന സലാറിന്റെ ആദ്യ ഭാഗമായ സലാർ പാർട്ട് 1 സീസ് ഫയർ ആണ് ഇപ്പോൾ റിലീസായത്. ചിത്രത്തിന് ലഭിക്കുന്ന മികച്ച പ്രതികരണം പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും ആരാധകർ ഒരുപോലെ ആഘോഷമാക്കിയിരിക്കുകയാണ്. ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പ് വെറുതെ ആയിട്ടില്ലെന്ന് അടിവരയിടുകയാണ് സലാർ. സലാറിനെ മറ്റൊന്നുമായും താരതമ്യം ചെയ്തും അമിത പ്രതീക്ഷ വെച്ചും കാണാൻ പോകരുത്. എങ്കിൽ തീർച്ചയായും പ്രേക്ഷകരെ ചിത്രം ആവേശം കൊള്ളിക്കും. പ്രഭാസിനൊപ്പം പ്രേക്ഷകരെ ആവേശഭരിതമാക്കുന്നതാണ് പൃഥ്വിരാജിന്റെ പ്രകടനം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഏറെയും ഉയർന്ന അഭിപ്രായം. തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മാസ് ചിത്രമാണ് സലാർ എന്നാണ് മറ്റഭിപ്രായങ്ങൾ. വരദരാജ് മന്നാർ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് സലാറിൽ അവതരിപ്പിക്കുന്നത്. വരദരാജ് മന്നാർ എന്ന സുൽത്താന്റെ അപ്രഖ്യാപിത പോരാളിയാണ് പ്രഭാസ് അവതരിപ്പിക്കുന്ന ദേവ. 2 മണിക്കൂർ 58 മിനിറ്റിൽ സൗഹൃദത്തിൽ വാർത്തെടുത്ത മാസ് സിനിമാനുഭവമാണ് പ്രേക്ഷകന് പ്രശാന്ത് നീൽ സമ്മാനിക്കുന്നത്. 1000 വർഷമായി പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഗാൻസാർ എന്ന സാങ്കല്പിക നഗരത്തിലാണ് കഥ നടക്കുന്നത്. പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ശക്തമായ വേഷങ്ങളിലൊന്നാണ് സലാറിലേതെന്ന് സിനിഫൈൽ ഗ്രൂപ്പിൽ ദാസ് അഞ്ജലി അഭിപ്രായം രേഖപ്പെടുത്തി. പണിയറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ അവർക്ക് വേണ്ടത്ര ഇരട്ടി കൊടുക്കും എന്ന് തെളിയിച്ചുകൊണ്ടുള്ള പൃഥ്വിരാജിന്റെ മാസ്മരിക പ്രകടനമാണ് സലാറിൽ കാണാൻ കഴിയുക എന്ന് ഷിഹാസ് CN ഫേസ്ബുക്കിൽ കുറിച്ചു. ആവറേജ് രീതിയിൽ പോകുന്ന ആദ്യ പകുതി കിടുവാവുന്നത് പൃഥ്വിയുടെ ഇൻട്രോയോട് കൂടിയാണ്. അതിനുശേഷം 2ാം പകുതി പൃഥ്വിയുടെ അഴിഞ്ഞാട്ടമായിരുന്നെന്നും ആകാശ് കൃഷ്ണ കുറിച്ചു. പൃഥ്വിരാജിന് ഈ സിനിമയിൽ നായകനൊപ്പം പ്രാധാന്യമുള്ള റോളാണെന്നും അത് ഗംഭീരമായെന്നും അലൻ ബാബു പറയുന്നു. പൃഥ്വിരാജിന്റെ ഇൻട്രോ സീനിന് മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. പൃഥ്വി പ്രഭാസ് കെമിസ്ട്രി കൃത്യമായി വെള്ളിത്തിരയിൽ വർക്കാവുന്നുണ്ടെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ശ്രുതി ഹാസനാണ് ചിത്രത്തിലെ നായിക. മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. ആദ്യ ഭാഗത്തിൽ യുദ്ധകാഹളം മുഴക്കുന്ന പ്രശാന്ത് നീൽ 2ാം ഭാഗത്തിൽ യുദ്ധം തന്നെ ഒരുക്കുമെന്നാണ് പ്രതീക്ഷകൾ. ഗജപതി ബാബു, ഈശ്വരി റാവു എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഭുവൻ ഗൌഡ ഛായാഗ്രഹണവും രവി ബസ്രൂർ സംഗീത സംവിധാനവും നിർവഹിക്കുന്ന സലാർ കോമ്പാല ഫിലിംസിന്റെ KGF, കാന്താര, ധൂമം എന്നീ ചിത്രങ്ങൾ കേരളത്തിൽ പ്രദർശനത്തിനെത്തിച്ച മാജിക് ഫ്രെയിംസും പൃഥ്വിരാജ് പ്രൊഡക്ഷനും ചേർന്നാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ചത്.